ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഞാൻ ഇത്രയും വീഡിയോ നിർത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് സമയം വളരെ കുറവാണ്. എന്നാലും ഞാൻ എക്സ്ട്രാ എഫർട്ടായിട്ട് ചെയ്യുവാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത യൂണിറ്റിലെ ഗാന്ധിജിയുടെയും ഡേവിഡ് തോറോ എന്ന് പറയുന്നൊരു ഫിലോസഫേഴ്സിൻ്റെയും എൻവയൺമെൻറ്റൽ കൺസേൺ ആണ്. അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന രണ്ട് ഫിലോസഫേഴ്സിൻ്റെയും എൻവയൺമെൻറ്റൽ ആയിട്ടുള്ള കൺസേൺ എന്താണ്, അവർ എൻവയൺമെൻറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അവർ ഹ്യൂമനിസത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്, പിന്നെ വാട്ട് ഈസ് ഡീപ്പ് ഇക്കോളജി. അപ്പോൾ ഗാന്ധിജിയുടെ വ്യൂ എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഗാന്ധിജി എപ്പോഴും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒരു ഹോളിസ്റ്റിക് വ്യൂവിലാണ് കണക്കാക്കുന്നത്, ഒരു പരിഭാവനമായ രീതിയിലാണ് കണക്കാക്കുന്നത്. ഗാന്ധിജി പറയുന്നത് ഹ്യൂമൻസ് എന്ന് പറയുന്നത് നാച്ചുറിൻ്റെയും അതുപോലെ തന്നെ സ്പിരിച്വൽ ട്രാൻസെൻഡൻറ്റിൻ്റെയും ഒരു പാർട്ടാണ്. സ്പിരിച്വൽ ട്രാൻസെൻഡ് മീൻസ് ആത്മീയപരമായിട്ടുള്ള ആ ഒരു പാത, അതിൻ്റെയും പാർട്ടാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അപ്പം നാച്ചുറും ആത്മീയമായ ട്രാൻസെൻഡും കൂടെ ഇൻ്റർകണക്റ്റ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ബീയിങ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. മോറലി എല്ലാ ഹ്യൂമൻ ബീയിങ്ങും മോറലി ഡിവൈനുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡിവൈൻ ഒരു പരിശുദ്ധമായിട്ടുള്ള ഡിവൈനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. കാരണം ഗാന്ധിജി ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത് ഹ്യൂമൻസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ പാർട്ട് ഓഫ് ദ നാച്ചർ ബട്ട് ഓൾസോ ഗാർഡിയൻ ഓഫ് ദ ട്രസ്റ്റ് ഓഫ് ദ എർത്ത്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ആരല്ല, ഈ നാച്ചുറിൻ്റെ ഭാഗം മാത്രമല്ല, ഭൂമിയുടെ ട്രസ്റ്റിയാണ്, ഭൂമിയുടെ ഗാർഡിയനാണ്, ഫുൾഫില്ലിങ് ദ ഡിവൈൻ മിഷൻ. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ ഡിവൈൻ മിഷൻ ഫുൾഫില്ല് ചെയ്യാൻ നോക്കേണ്ടത്. ഇതാണ് ഗാന്ധിജിയുടെ സെൻട്രൽ വിഷൻ ഓഫ് ഹ്യൂമനിസം. ഗാന്ധിജിയുടെ സെൻട്രൽ വിഷൻ ഓഫ് ഹ്യൂമനിസം എന്താണ്? ഒറ്റ വാക്കേ ഉള്ളൂ, ഹ്യൂമൻസ് ആർ ബോത്ത് ആസ് എ പാർട്ട് ഓഫ് നാച്ചർ ആൻഡ് സ്പിരിച്വലി ട്രാൻസെൻഡ്. ഇത് രണ്ടും കൂടെ ഇന്റർകണക്ട് ചെയ്താണ് ഹ്യൂമൻ ബീയിങ് നിലനിൽക്കുന്നത്. ഗാന്ധിജി എൻവയോൺമെന്റൽ കൺസേൺ ഡീപ്ലി കണക്റ്റഡ് വിത്ത് ഹ്യൂമനിസവുമായിട്ട് വളരെ ആഴത്തിലാണ് ഗാന്ധിജിയുടെ ഈ എൻവയോൺമെന്റുമായിട്ട് വളരെ ഡീപ്ലിയാണ് ഗാന്ധിജിയുടെ ഹ്യൂമനിസം. അദ്ദേഹത്തിന്റെ ഫേമസ് വാക്കുണ്ട്, ദ വേൾഡ് ഹാസ് എനഫ് ടു എവരിബഡി നീഡ്സ് ബട്ട് നോട്ട് എനഫ് ഫോർ എ വൺ പേഴ്സൺ ഗ്രീഡ്. അതായത് ഈ ലോകമെന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള രീതിയിലാണ് റിസോഴ്സസ് ഉണ്ട്. പക്ഷേ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ രീതിയിൽ റിസോഴ്സസ് ഉണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ അത്യാഗ്രഹത്തിന് ഉതകുന്ന തരത്തിലില്ല. എന്ന് വെച്ചാൽ എന്താണ്, എത്രത്തോളം ഹ്യൂമൻ ബീയിങ് ഉണ്ടോ അത്രത്തോളം ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഈ ലോകത്തുണ്ട്, ഈ വേൾഡിലുണ്ട്. പക്ഷേ അത്യാഗ്രഹത്തോടു കൂടി ഒരാൾ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതാവും എന്നാണ് പറയുന്നത്. രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ, അതായത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കൺസേണിനെ കുറിച്ചാണ്. മറ്റുള്ള മറ്റുള്ള വ്യക്തികളെയും എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കൺസേണുമാണ് നമുക്ക് ഗാന്ധിജിയുടെ എൻവയോൺമെന്റൽ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഹി ആർഗ്യൂഡ് ദാറ്റ് ടേക്കിംഗ് മോർ ദാൻ വൺ നീഡ് ഇസ് എ കിൻ ടെസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിന് അധികം നമ്മൾ എടുക്കുന്നത്, ഈ നാച്ചുറിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് മോഷണം പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുർ നമുക്ക് എല്ലാവർക്കും എനഫായിട്ടുള്ള റിസോഴ്സസ് ഇവിടെ ഈക്വലി ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് അധികമായിട്ട് എടുക്കുന്നത് മോഷണത്തിന് തുല്യമെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയുടെ ഫിലോസഫി ഹ്യൂമനിസം ആൻഡ് എൻവയോൺമെന്റ് കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹ്യൂമനിസത്തിന്റെയും എൻവയോൺമെന്റൽ കൺസേണിന്റെയും എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ ഫിലോസഫികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫികൾ ഏതൊക്കെയാണ്? സത്യാഗ്രഹ, അഹിംസ, ഗ്രാമസ്വരാജ്, ട്രസ്റ്റിഷിപ്പ് ആൻഡ് ബ്രെഡ് ലേബർ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഹ്യൂമനിസത്തിന്റെയും എൻവയോൺമെന്റൽ കൺസേണിന്റെ എക്സാമ്പിൾ ആണ്. ട്രൂത്ത്ഫുള്ളി നമ്മളൊരു മോറലി ഒരു ഹ്യൂമൻ ബീയിങ് ജീവിക്കുക, അല്ലെങ്കിൽ മോറലി സ്ട്രെങ്ത് ആയിട്ട് എൻവയോൺമെന്റലി ജീവിക്കുക, അതാണ് ഗാന്ധിജി ഇത് പറയുന്നത്. ഗാന്ധി ആർഗ്യൂഡ് ദാറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി എന്താണ്? നമ്മുടെ അത്യാഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്, അത്യാഗ്രഹത്തിൽ നിന്നാണ് വയലൻസ് ഉണ്ടാകുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് റീവൈറ്റലൈസിങ് റൂറൽ എക്കണോമി. നമ്മളെപ്പോഴും വൈറ്റലൈസ് ചെയ്യേണ്ടത് റൂറൽ ആയിട്ടുള്ള എക്കണോമിയെ. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറിനെ ട്രസ്റ്റി ആയിട്ടാണ് കണക്കാക്കേണ്ടത്. നമ്മൾ നാച്ചുറിനെ ട്രസ്റ്റ് ചെയ്യണം, നമ്മളെ നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഹിസ് വിഷൻ ഈസ്
സസ്റ്റൈനബിൾ, അതുകൊണ്ടാണ് അദ്ദേഹം പറയണത് അദ്ദേഹം സുസ്ഥിരമായിട്ടുള്ള ഫാമിംഗ്, അതായത് കൃഷി, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ വേസ്റ്റ് റീസൈക്ലിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതുപോലെ നാച്ചുറൽ കൺസർവേഷൻസ്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ അദ്ദേഹത്തിന് നാച്ചുറലിനോടുള്ള സ്നേഹത്തിൻ്റെ, ഹ്യൂമാനിറ്റിയോടുള്ള സ്നേഹത്തിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ ഹീ ഈസ് എൻഷുറിങ് ദ വെൽബീയിങ് ഓഫ് ബോത്ത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകാരം എന്താണ്, ഈ ജനറേഷൻസ് മാത്രമല്ല ഈവൻ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള രീതിയിൽ നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ. ഇനി ഗാന്ധിജിയുടെ വ്യൂ ഓൺ എൻവയോൺമെൻറ്റിനും ആൻഡ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീ പ്രിൻസിപ്പിൾസ്, അതായത് എൻവയോൺമെൻറ്റത്തിനെയും ഹ്യൂമനിസത്തിനെയും കൂടെ സമ്മറൈസ് ചെയ്തിട്ട് കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലിവിങ്. നമ്മളെപ്പോഴും ലീവ് സിമ്പിളി, റെഡ്യൂസ് ദ ഡിസയർ ആൻഡ് സെൽഫ് റിലയൻറ്റ്. നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ റെഡ്യൂസ് ചെയ്യുകയും നമ്മൾ സ്വയം പര്യാപ്തമാവുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൺസംഷനെ, നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളെ കൺസംഷൻ പാടുള്ളൂ. നമ്മളൊരു കാര്യത്തെ അക്യൂർ ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ, നാച്ചുറലിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ ലോക്കൽ പ്രൊഡക്ഷൻസ് നമ്മൾ ഉണ്ടാക്കണം. അദ്ദേഹത്തിൻ്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് ഗാന്ധിജി. ലോക്കലി ഫോക്കസ്ഡ് പ്രൊഡക്ഷൻസ് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഗ്രാമങ്ങളിൽ വ്യവസായങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ അവിടെ ലോക്കൽ ജോബ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ലോക്കൽ ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു മീറ്റ് ലോക്കൽ നീഡ്സ് ഉണ്ടാകണം. നമ്മൾ അവിടെ തന്നെ ആവശ്യം ഉണ്ടാവണം. അവിടെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും പ്രൊഡക്റ്റ് ചെയ്യണം. നമ്മൾ സർവോദയ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. സർവോദയ മീൻസ് എല്ലാവർക്കും അപ്ലിഫ്റ്റ് കൊടുക്കുക, യൂണിവേഴ്സ് മുഴുവനും അപ്ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്ത ട്രസ്റ്റിഷിപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഈ നാച്ചുറലിനെ ട്രസ്റ്റി ആയിട്ടാണ് കണക്കാക്കേണ്ടത്. പ്രാക്ടീസ് ട്രസ്റ്റിഷിപ്പ് ബൈ ഏണിംഗ് ദ ലിവിങ് ബൈ കെയറിങ്. അത് എസ്പെഷ്യലി പൂർ, അതായത് ട്രസ്റ്റിഷിപ്പ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, അതായത് നമ്മൾ ഈ എല്ലാവർക്കും ഡീസൻ്റ് ആയിട്ട് ഏൺ ചെയ്ത് ജീവിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് ഡീസൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഗാന്ധിജിയുടെ എൻവയോൺമെൻറ്റും ഹ്യൂമനിസവും തമ്മിലുള്ള വ്യൂ. 3 പോയിന്റ് പറയണം. ഇനി നമ്മൾ അടുത്തത് എൻവയോൺമെൻറ്റൽ കൺസേൺ ഓഫ് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന ഫിലോസഫറിൻ്റെ എൻവയോൺമെൻറ്റൽ കൺസേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെൻറി ഡേവിഡ് തോറോ മോഡേൺ പൊളിറ്റിക്കൽ തോട്ടിൽ ഒരുപാട് ഇമ്പാക്റ്റ് ആയിട്ടുണ്ടാക്കിയ ഒരു ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻ്റലിസം, അദ്ദേഹത്തിൻ്റെ ഭൂമിയോടുള്ള ആ ഒരു സ്നേഹം, നാച്ചുറലിനോടുള്ള ആ കെയർ ഒരിക്കലും നമുക്ക് നമ്മുടെ വേൾഡിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ചില സമയം ചില ആൾക്കാർ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു. ഹി മേക്കിംഗ് ട്രബിൾ, അയാൾ എൻവയോൺമെൻറ്റിന് ട്രബിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പക്ഷേ ഈ റാൽഫ് വാൾഡോ എന്ന് പറയുന്ന അയാൾ പറഞ്ഞ എന്താണ്, അദ്ദേഹം ദ മാൻ ഓഫ് കൺകോർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹൈലൈറ്റിംഗ് ദ ഡീപ്പ് ലവ് ഓഫ് നാച്ചർ പറയുന്ന ആളാണ്. അദ്ദേഹം പ്രകൃതിയെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രകൃതിക്ക് വേണ്ടി. അതുകൊണ്ടാണ് അദ്ദേഹം എൻവയോൺമെന്റലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് തന്നെ. മഹാത്മാഗാന്ധിജി ഓഫ് ദ ഇന്ത്യൻ നാഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ നാഷൻ, അദ്ദേഹം ഈ ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം കടം കൊണ്ടുവരുന്നത് ഡേവിഡ് തോറോയിൽ നിന്നാണ്. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗാന്ധിജിയുടെ നോൺ വയലന്റ് പ്രിൻസിപ്പിൾസും സിവിൽ ഡിസൊബീഡിയൻസും പിന്നെ അദ്ദേഹം കടം കൊണ്ടു. അതുപോലെ തോറ ഇൻഫ്ലുവൻസ് ചെയ്തത് തോറയുടെ ഇന്റലക്ച്വൽ എക്സ്ചേഞ്ച് കൊണ്ട്, തോറയുടെ വർക്കുകൾ കൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് ഡേവിഡ് തോറ ചെയ്തത്. അദ്ദേഹം സ്പെൻഡിങ് ഓവർ 2 years, അദ്ദേഹം 2 വർഷം വാൾഡൻ പോണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനുള്ള സ്ഥലത്താണ്. അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ അയാൾ എക്സ്പീരിയൻസ് ചെയ്തു. അവിടെ തന്നെ അയാൾ താമസിച്ചു, പ്രകൃതിയുമായിട്ട് വളരെ ആഴത്തിൽ ഇണങ്ങിച്ചേർന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസസും അദ്ദേഹത്തിൻ്റെ വർക്കുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ട്, ഒരു റൊമാൻറ്റിക്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തോറോയുടെ ബ്രീഫ് ജേർണി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം ഒരുപാട് ഹിസ് 14 volumes ഓഫ് ജേർണൽസ് ക്യാപ്ചർ ഇൻ ദ ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ വേൾഡ്, 14 കണക്കിന് വോളിയൂംസ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പല വർക്കുകളും ആഫ്റ്റർ ദ ഡെത്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എക്സ്ക്രോഷൻസ്, അതുപോലെ മെയിനൂട്ട്സ് ആൻഡ് യാക്കിംഗ് ഇൻ കാനഡ, ഇതൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ടിക് ചാം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിറ്റിക് ഡിസ്ക്രിപ്ഷൻസും നാടൻ കലകളോടുള്ള അദ്ദേഹത്തിൻ്റെ നാടൻ പ്രദേശങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നെടിലിച്ച് കാണുന്നു. ഹു ഐഡൻറ്റിഫൈഡ് അദ്ദേഹം ഒരു നാച്ചുറൽ ഫിലോസഫറായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഹി ബിലീവ്ഡ് ദാറ്റ് എർത്ത് ഹാസ് ഇറ്റ്സ് ഓൺ ലൈഫ് ആൻഡ് വാല്യൂ. അദ്ദേഹം വിശ്വസിച്ചത് പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ലൈഫും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ എന്താ പ്രകൃതിയിലെ മൂല്യം നമ്മൾ തിരിച്ചറിയുക, പ്രകൃതിയെ നമ്മൾ
എന്ത് ചെയ്യുക, സമ്പന്നമാക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ അതായിരിക്കണം. നമ്മൾ പ്രകൃതിയിലെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പ്രകൃതിക്ക് നാശം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹ്യൂമൻ പെർസെപ്ഷൻസ് ഓഫ് ദ ഡിസ്റ്റോർഡ് ആന്ത്രോഫോർസിസ്. ഹ്യൂമൻ പെർസെപ്ഷൻ എപ്പോഴും മനുഷ്യൻ്റെ ആന്ത്രോഫോർ സിൻഡ്രോം എന്ന് പറയുന്നത്, ആന്ത്രോഫോർ സെൻട്രിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആന്ത്രോഫോർ സെൻട്രിസം? വിച്ച് മീൻസ് ഹ്യൂമൻ ഈസ് എ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാണ് ഈ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞ് എന്നൊരു കോൺസെപ്റ്റാണ് ആന്ത്രോഫോർ സെൻട്രിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് എക്സ്പ്ലോയിറ്റേഷൻസ് വരുന്നുണ്ട്, വൈഡ് സ്പ്രെഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻസ് വരുന്നുണ്ട്. അതായത് മനുഷ്യനാണ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് വരും. അപ്പം നാച്ചുറലുമായിട്ട് മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും, ഹാർംഫുൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവികൾ, കുഞ്ഞു കുഞ്ഞു ജീവികൾ പോലും എന്താ ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള ഭാഗം, അവരുടേതായിട്ടുള്ള റോള് ഭൂമി ചെയ്യുന്നുണ്ട്. ചെറിയൊരു അണ്ണാൻ പോലും ഒരു സീഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിത്ത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പോലും ആ ഒരു ജോലി പോലും അത് നാച്ചുറിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നാച്ചുറൽ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ബിലീവ്ഡ് ദാറ്റ്, അതായത് ടോറോ ബിലീവ്ഡ് ഇൻ ഡിവൈൻ ഓർ സ്പാർക്ക് വിത്ത് ഹ്യൂമൻ. നമുക്ക് ഹ്യൂമൻ ബീയിങ് ഒരു സ്പാർക്കുണ്ട്, ഡിവൈൻ സ്പാർക്കുണ്ട്. അത് നമ്മൾ ഇന്നർ പൊട്ടൻഷ്യാലിറ്റി അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിലെ കഴിവുകൾ വിവേകപൂർവ്വം നമ്മൾ പരീക്ഷ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരു വിത്തിനെ എങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വിത്തിനെ എങ്ങനെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പോഷകാവശ്യമാണുള്ളത്, അതിനെല്ലാം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്നു. അത് കാരണം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രകൃതിയെയും എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷ്മമായ രീതിയിൽ പരിചരിക്കണമെന്നാണ് ഹെൻറി ഡേവിഡ് തോറോ പറയുന്നത്. ഹ്യൂമൻസ് ആർ ബോത്ത് ഓഫ് സെപ്പറേറ്റ്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരേ സമയം തന്നെ പ്രകൃതിയുടെ ഭാഗവും അതിനോടൊപ്പം തന്നെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനുമാണ്. ഈ വ്യൂ എന്ന് പറയുന്നത് വൈൽ സീയിങ് ദ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് പ്രൊഡക്റ്റീവ്സ്, നമ്മൾ നോക്കുമ്പോൾ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻസ് നമ്മൾ കാണുന്നു, അതായത് നമ്മൾ പ്രൊഡക്റ്റീവ്സ് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ഹ്യൂമൻ ബീയിങ് അതേ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മനുഷ്യനുമായിട്ടുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പ് നമുക്കെപ്പോഴും എന്താ ചെയ്യുന്നത്, അതാണ് നമുക്ക് ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഹ്യൂമൻ ബീയിങ് പാർട്ടുമാണ് സെപ്പറേറ്റ് എന്ന് പറയാനുള്ളത്. ഈ എംഫസൈസ് ദാറ്റ് നമുക്ക് എപ്പോഴും ഒരു ട്രൂത്ത് ആയിട്ടുള്ള ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഇൻഹറൻറ്റ് വാല്യൂസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ഇൻഹറൻറ്റ് വാല്യൂവിനെ നമ്മളുടെ അന്തർലീനമായിരിക്കുന്ന ഇൻഹറൻറ്റ് വാല്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പ്രകൃതിയുടെ വൈവിധ്യമാർന്ന വിഭവങ്ങളെയും പ്രതീകാത്മകമായ പ്രാധാന്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അത് പ്രകൃതിയിലെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഇതിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുക, നയിച്ചുകൊണ്ട് പോകേണ്ടതാണ്. സോ ഭൂമിയും മനുഷ്യനും തമ്മിൽ, അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇവരുടെയൊക്കെ ഫിലോസഫി പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഡീപ്പ് ഇക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? നോർവിയൻ ഫിലോസഫർ ആരൻ നാസിസ് ആണ് ഫൗണ്ടർ ഓഫ് ഡീപ്പ് ഇക്കോളജിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡീപ്പ് ഇക്കോളജി വന്നപ്പം ചാലഞ്ചസ് ദ ഫണ്ടമെന്റൽ അസംപ്ഷൻ ഓഫ് അവർ വേൾഡ് വ്യൂ. നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ധാരണകൾ തന്നെ ഡീപ്പ് ഇക്കോളജി വന്നപ്പോൾ മാറി. ഇറ്റ് ഡിറൈവ് ദ പ്രിൻസിപ്പിൾ ദ ബേസിക് ഓഫ് വാല്യൂ, അതായത് ആക്ഷൻ ഫ്രം ദ ബേസിക് ഓഫ് വാല്യൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് പേഴ്സണൽ ഫിലോസഫിയാണ്. അതിനകത്ത് പറയുന്നത് ഇക്കോസഫി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫിലോസഫി പറയുന്ന പേരാണ് ഇക്കോസഫി. ഇതെന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഇക്കോളജിക്കൽ ഹാർമണി ഓഫ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, പാരിസ്ഥിതിക ഐക്യത്തിലും സന്തുലനാവസ്ഥയിലും നമ്മൾ ശ്രദ്ധിക്കുക. പ്രകൃതിയുടെ പാരിസ്ഥിതിക അവസ്ഥയിലും സന്തുലനാവസ്ഥയിലും നമ്മൾ ശ്രദ്ധിക്കുന്നതിനെയാണ് ഈ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് അതായത് ഒരു ബേസിക് വാല്യൂ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തെടുക്കുന്നു. അതായത് ഇക്കോസഫി എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഫോക്കസസ് ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു ഹാർമണി അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥയെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ഈ ഡീപ്പ് ഇക്കോളജി നമുക്ക് എപ്പോഴും കുറേ ചോദ്യംസ് മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ആൻ ഇൻഡിവിജ്വൽ, ആരായിരിക്കണം ഒരു ഇൻഡിവിജ്വൽ, വാട്ട് തിങ്സ് ആൻഡ് ഇൻട്രൻസിറ്റിക് വാല്യൂ ആൻഡ് മോറൽ വാല്യൂ, എന്താണ് ആന്തരിക വാല്യൂ, എന്താണ് ധാർമ്മികത എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഹൗ ഷുഡ് വി അണ്ടർസ്റ്റാൻഡ് നാച്ചർ, നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നാച്ചർ, ജനങ്ങളും അതുപോലെ തന്നെ നാച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്. ഈ ഡീപ്പ് ഇക്കോളജി എപ്പോഴും ആർഗ്യൂ തെറ്റുന്നത് ഹ്യൂമൻസ് ആർ നോട്ട് എ സെപ്പറേറ്റ് ഫ്രം നാച്ചർ ബട്ട് ഇറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഇവർ പറയുന്നത് ഹ്യൂമൻസ് എന്ന് പറയുന്നത്
അല്ല, പാർട്ട് സെപ്പറേറ്റ് ഫ്രം ആർ നോട്ട് സെപ്പറേറ്റ് അല്ല, ബട്ട് അത് ഹ്യൂമൺ എന്ന് പറയുന്നത് ആരെ പാർട്ട് തന്നെയാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. അതുപോലെ പീപ്പിൾ ആർ നോ മോർ ഇൻഡിവിജ്വൽ ദാൻ സെൽസ് ഇക്കോസിസ്റ്റം. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനല്ല, മനുഷ്യൻ അതിൻ്റെ ഭാഗമാണ്. ആഴത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്ന ഈ കാര്യം ഇത് തന്നെയാണ്. വ്യക്തി എന്ന ആശയം അവ്യക്തമായി അവർ വീക്ഷിക്കുന്നു. അതായത് കോശങ്ങൾ, ജീവിവർഗങ്ങൾ, ആവാസവസ്തുക്കൾ അതിനെയൊന്നും വ്യക്തിഗതമായിട്ടല്ല സൂചിപ്പിക്കുന്നത്. ഇവർ സൂചിപ്പിക്കുന്നത് എന്താണ്, വ്യക്തിഗതമായിട്ടല്ല സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. ഡീപ്പ് ഇക്കോളജി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡീപ്പ് ഇക്കോളജി എന്ത് ചെയ്യുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നതാണ്. ഡീപ്പ് ഇക്കോളജി ബോത്ത് 2 അൾട്ടിമേറ്റ് നോംസ് ആണ് ഡീപ്പ് ഇക്കോളജിക്കുള്ളത്. ഒന്ന് സെൽഫ് റിയലൈസേഷൻ, 2 ബയോസെൻട്രിക് ഇക്വാളിറ്റി. വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ? സെൽഫ് റിയലൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡീപ്ലി ഇന്റർ കണക്റ്റഡ്, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഓൺ സെൽഫ്, നമ്മൾ മനസ്സിലാക്കുവാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്, പ്രകൃതിയെയും നമ്മളിൽ ഒരുപോലെ ലയിച്ച് ചേരുന്നതാണ്. ദ അൾട്ടിമേറ്റ് ഗുഡ് ഓഫ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇതല്ല, ഇൻഡിവിജ്വൽ ആയിട്ടല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിലെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ആത്മസാക്ഷാത്കാരമാണ് സെൽഫ് റിയലൈസേഷൻ. നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള ഒന്നിനും നമ്മൾ കേന്ദ്രീകരിക്കാതെ, നമ്മൾ ഞാനെന്നുള്ളൊരു ഭാഗം കേന്ദ്രീകരിക്കാതെ മനുഷ്യൻ, മൃഗം, സസ്യം, അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് തിരിച്ചറിയുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല ഈ ലോകത്ത്, മൃഗങ്ങളും സസ്യങ്ങളും അങ്ങനെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഭൂമിയെ തിരിച്ചറിയേണ്ടത്. എല്ലാ പ്രകൃതിയുടെ അഭിവൃദ്ധിയാണ് നമ്മുടെ ലക്ഷ്യം, പ്രകൃതിയുടെ ഡെവലപ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓരോ ഭാഗവും മൊത്തത്തിൽ നമ്മൾ യോജിച്ച് ജീവിക്കണം. നമ്മൾ ഓരോ സമയത്തും ഓരോ ഭാഗത്തിലും നമ്മൾ ലയിച്ച് ജീവിക്കണം. അപ്പോൾ എന്താ പറയുന്നത്, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആത്മസാക്ഷാത്കാരത്തിനെക്കാട്ടി നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും സർവ്വ ജീവജാലങ്ങളും ഒന്നാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു തിരിച്ചറിവിനെയാണ് ഈ ഡീപ്പ് ഇക്കോളജി പ്രകാരം സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബയോസെൻട്രിക് ഇക്വാളിറ്റി. വാട്ട് ഈസ് ബയോസെൻട്രിക് ഇക്വാളിറ്റി? ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാത്തിനും ഈ ലോകത്ത് ഹ്യൂമൻ ബീയിങ്ങിനും എല്ലാ ഓർഗാനിസത്തിനകത്തും പാറ്റ, പല്ലി, എന്ത് തന്നെയായാലും എല്ലാത്തിനും ഈക്വൽ ഇൻട്രസ്റ്റിക് ബർത്താണുള്ളത്. ഈ പ്രിൻസിപ്പിൾ പ്രകാരം എല്ലാ സ്പീഷീസും, എവറി സ്പീഷീസ് ഹാസ് ഇറ്റ്സ് ഇൻട്രസ്റ്റിക് വാല്യൂ. അത് എല്ലാ സ്പീഷീസും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ്, അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അവരെല്ലാം എന്താണ്, ഇറ്റ്സ് യൂസ്ഫുൾനെസ് ടു ഹ്യൂമൻ. അവരെല്ലാവരും, നമ്മൾ എല്ലാ സ്പീഷീസും ഹ്യൂമൻ ബീയിങ്ങിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. ഈ ഡീപ്പ് ഇക്കോളജിയിൽ അദ്ദേഹം ഈ ആലൻ നാൻസും ജോർജ് സീസൺസും പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഫോളോയിങ് പ്ലാറ്റ്ഫോമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ദ വെൽബീയിങ് ഓഫ് ഓൾ ലൈഫ് ഓൺ എർത്ത് ഹാസ് ഇൻട്രൻസിക് വാല്യൂ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് യൂസ്ഫുൾനെസ് ഓഫ് ഹ്യൂമൻ. അതായത് ഈ നമ്മുടെ വെൽബീയിങ്, നമ്മുടെ നല്ല ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ മൊത്തം ജീവിതം എന്ന് പറയുന്നത് അതിന് ഈ ഭൂമിയിൽ ഒരു ഉൾ വാല്യൂ ഉണ്ട്, ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂസ്ഫുൾനെസ് ഓഫ് ഹ്യൂമൻസ്. അത് മനുഷ്യൻ്റെ ഉപയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മൾ റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഹാവ് ദെയർ ഓൺ ഇൻട്രൻസിക് വാല്യൂ ആൻഡ് കൺട്രിബ്യൂട്ട് നമ്മൾ ഈ ഭൂമിയുടെ റിച്ച്നെസ്സിനെയും ഡൈവേഴ്സിറ്റീസിനെയും ഒക്കെ എന്ത് ചെയ്യണം, റിച്ച്നെസ്സിനെയും ഡൈവേഴ്സിറ്റീസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഹി ഷുഡ് നോട്ട് റെഡ്യൂസ് ദ ഡൈവേഴ്സിറ്റി. നമ്മളെപ്പോഴും നമ്മൾ ഡൈവേഴ്സിറ്റി, നമ്മളെ ഈ പ്രകൃതിയുടെ ഈ ഡൈവേഴ്സിറ്റിന് നാനാവിധത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റ്സിന് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്ത് നശിപ്പിച്ച് കളയാൻ പാടില്ല. കറണ്ട് ഹ്യൂമൻ, നമ്മളിപ്പോൾ ഉള്ള ലോകത്തുള്ള മനുഷ്യൻ്റെ ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നമ്മളെ പ്രകൃതിക്ക് വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ, നമ്മളെപ്പോഴും നമ്മളെ ഈ ഭൂമിയിലെ ഈ ഹ്യൂമൻ ഫ്ലറിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിക്രീസ് ചെയ്യുമ്പോൾ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജനസംഖ്യയുമായി ഗണ്യമായി കുറവ് വരുമ്പോഴാണ് മനുഷ്യൻ്റെ അഭിവൃദ്ധി പൊരുത്തപ്പെടുന്നത്. നമ്മളത് ജനസംഖ്യ കുറയുമ്പോഴാണ് ഹ്യൂമൻ ബീയിങ്ങിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേസിക് എക്കണോമിക് ആയിട്ടുള്ളതും ടെക്നോളജിക്കൽ ആയിട്ടുള്ളതും ഐഡിയോളജിക്കൽ ചേഞ്ച് ആയിട്ടുള്ള പോളിസീസ് നമ്മളിവിടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ ചേഞ്ചസ് ഷുഡ് ബി ഫോക്കസ്. നമ്മളെ ഐഡിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയെ കാട്ടിയും നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ദോസ് ഹു സപ്പോർട്ട് ദിസ് വ്യൂസ് ഡ്യൂട്ടി ടു പാർട്ടിസിപ്പേറ്റ്. നമ്മൾ ആരൊക്കെയാണോ ഇങ്ങനെയുള്ള വ്യൂസ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ്, നെസസറി ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേ വരണം. ഇനി ഡീപ്പ് ഇക്കോളജി എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ ഇക്കോളജി.
ഡി പി കോളേജ് ആൻഡ് ഷാലോ കോളേജ് നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.